ഹലോ എല്ലാവർക്കും എൻ്റെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്ന മാസ് ബെറ്റർ എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക ദിലീപിൻ്റെ ദേ പുട്ട് എന്നുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് പുട്ടിൻ്റെ അകത്തൊരു സാധനം ചേർത്താൽ ഭയങ്കര രുചിയാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഒരു കുഞ്ഞു വീഡിയോയാണ്. പെട്ടെന്ന് അടുക്കളയിലേക്ക് പോട്ടോ. നമ്മുടെ മാങ്കോ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളിക്കടയിൽ നിന്ന്. അപ്പം ഞാൻ ഈ മാങ്കോ ഒന്ന് എന്താ പറയുക നല്ല സൂപ്പർ മാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കൊരു ഇതും കൊണ്ടൊരു റെസിപ്പി ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സി അടിച്ചു പോയത് കൊണ്ട് നമ്മുടെ ജ്യൂസ് മേക്കറിനകത്താണ് ഞാൻ ഇത് ആക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ഇടുവാണോ എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ടത്. പിന്നെ ഓർത്തു എങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പകുതി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം, അതിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിനകത്തും കൂടെ നിങ്ങൾക്കൊരു ഹോൾസ് കാണാമല്ലോ. അപ്പോൾ ഫിൽറ്ററായിട്ട് ഇനി വന്നോളും ജ്യൂസ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷേ മാങ്കോടെ കുറച്ച് തിക്കായതുകൊണ്ട് അങ്ങനെ വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിനൊരു കവർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അത് വെച്ച് അടച്ച് നമ്മളിത് ചാർജ് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ചാർജ് ഇല്ലായിരുന്നു. അപ്പം ഞാനിത് USB കേബിൾ വെച്ചിട്ട് ചാർജ് കുത്തി വെച്ചേക്കുവാണേ. USB കേബിൾ കുത്തിക്കൊണ്ട് നമ്മൾ ഓൺ ചെയ്താൽ അത് ഓൺ ആവത്തില്ല. അപ്പോൾ അത് USB കേബിൾ മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം, എന്നാൽ മാത്രമേ അത് ഓൺ ആകത്തുള്ളൂ. അപ്പം നമുക്ക് അത് നല്ല ഒരു തിക്ക് ജ്യൂസ് കിട്ടും. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് റൈസ് പുട്ടുപൊടിയാണ്. ഞാൻ സാധാരണ വൈറ്റ് റൈസ് അതായത് അരിപ്പുട്ടുപൊടി ഉപയോഗിക്കാറില്ല. വേറെ പല സാധനങ്ങൾ കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ ഈ മാങ്കോയുടെ ഈ റെസിപ്പിക്ക് ഒരു കളറ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ പുട്ടുപൊടി മേടിച്ചതാണ്. ഞാൻ സാധാരണ മില്ലറ്റ്സ് കൊണ്ടാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റാഗി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഞാൻ എന്താ പറയുക ഒരു 2 കപ്പ് ഓളം പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പിട്ടു. പിന്നെ എന്താ ചെയ്യുന്നത് പറയാം, നമ്മൾ ഇതിന് പകരം വെള്ളത്തിന് പകരം നമ്മളിവിടെ മാങ്കോയുടെ ജ്യൂസ് അടിച്ചിട്ടില്ലേ, ഇത് അരിക്കുന്നൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിക്കുവാണ്. അതിട്ടിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പം ഇതിന് ഒരു മഞ്ഞ കളറും കിട്ടും, മാങ്കോയുടെ ഒരു ടേസ്റ്റും ഇത് കണ്ടോ ഭയങ്കര തിക്കായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്തു മൊത്തം കൂടെ അങ്ങോട്ട് ഒഴിക്കാമെന്ന്. കുഴപ്പമില്ല, കാരണം നമുക്ക് എനിവേ മാങ്കോയുടെ പീസസ് നമുക്ക് ബൈറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അപ്പം അത് നല്ല സ്മൂത്തായിട്ട് അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം ഇത്ര അടിച്ച് തന്നെ അതിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പം നമ്മുടെ മാങ്കോ ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പുട്ടുപൊടിയിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഇതിൻ്റെ ഈ മാങ്കോയുടെ ജ്യൂസ് ഇനഫ് അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അപ്പം അതിൻ്റെ അകത്ത് മാങ്കോയുടെ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാങ്കോയുടെ കഷ്ണം എന്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് അപ്പം നമ്മൾ ഈ പുട്ടുപൊടി ഒരു 20 മിനിറ്റ് കുഴച്ച് വെച്ച് കഴിയുമ്പോഴേ അത് പൊങ്ങി വരത്തുള്ളൂ. ഇതൊരു റവയും കൂടെ കൂടി മിക്സായ പുട്ടുപൊടിയാണ്. അപ്പം ഞാൻ കുഴച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും പൊങ്ങി വന്നു. ഇച്ചിരിയല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ പാത്രം മുക്കാലുമായി. അപ്പം ഞാൻ അടിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങാപ്പീര ഇട്ടു, അതായത് തേങ്ങ ചിരകിയത് കുറച്ചിട്ടു. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ചിരകിക്കൊണ്ട് വന്ന തേങ്ങ ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് പകുതിയോളം ഭാഗത്ത് പുട്ടുപൊടി നിറച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളോട് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മാങ്കോയുടെ സ്ലൈസസ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ബാക്കിയുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് സിമ്പിൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായി ആകെ 2 കാര്യങ്ങൾ വ്യത്യാസമുള്ളൂ. നമ്മുടെ മാങ്കോ വെള്ളത്തിന് പകരം നമ്മൾ മാങ്കോയുടെ ജ്യൂസ് ആണ് ഒഴിക്കുന്നത്. പിന്നെ അതിനകത്ത് മാങ്കോയുടെ കഷ്ണം മിഡിലിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എൻ്റെ മാങ്ങാപ്പഴത്തിന് നല്ല മധുരമായിരുന്നു. ഞാനിത് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം എൻ്റെ മാങ്ങ വെച്ചുകൊണ്ട് ഇച്ചിരി കറുത്ത പാടൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പുട്ടുകൂട്ടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. എപ്പോഴും സ്റ്റീം ചെയ്യുന്ന ഫുഡാണ് ഏറ്റവും നല്ലത്.
പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പുട്ടുകുറ്റി സ്റ്റീം ചെയ്തു, അത് റെഡിയുമായി. അപ്പം നമ്മുടെ പുട്ട് കുത്തുവാണ്. ഞാൻ സ്പീഡിലാക്കിയതാണ്, കുറച്ച് സ്ലോ ആക്കി നിങ്ങളെ കാണിക്കേണ്ടത്, എല്ലാം അറിയാവുന്ന പ്രോസസ്സ് അല്ലെന്ന് വെച്ചാൽ. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് കൊണ്ട്, ഒരു തടി സ്പൂണ് കൊണ്ട് പതുക്കെ പുറകിലൊന്ന് ഇങ്ങനെയൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേനും നമ്മുടെ മാംഗോ പുട്ട് നമുക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. നമുക്ക് കൂണ് കൊണ്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനകത്ത് കൂണിനുള്ള ഒരു മഞ്ഞ കളറുള്ള, അപ്പോൾ ഇതിന് എത്ര മഞ്ഞ കളർ വരുന്നു എന്ന് കാണാനായിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി മഞ്ഞ കളറ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാംഗോയുടെ ജ്യൂസ് ഇട്ടിട്ടുണ്ടാക്കിയ അതും ആ ഒരു ഭാഗത്തെ പുട്ടൊന്ന് കഴിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാംഗോയുടെ പീസും ആ പുട്ടും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാനായിട്ടാണ്. അപ്പം നല്ല മധുരമുള്ള മാങ്ങാപ്പഴമാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പഴം യോജിപ്പിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ പക്ഷേ പഴം കൂടെ കൂട്ടിയാണ് കഴിച്ചത്. അപ്പം 2 ഫ്രൂട്ട്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയായി. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് സിമ്പിളായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നും സാധാരണ പുട്ട് കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല. അങ്ങനെ ബോറടിക്കാതിരിക്കാനായിട്ട് ഒരു വെറൈറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്കാകും. അപ്പം എല്ലാവരും സുഖമായിരിക്കുക.